അധ്യായം 35. ലാഹിരി മഹാശയൻ്റെ പുണ്യജീവിതം. ധർമ്മമെല്ലാം ഇങ്ങനെ നിറവേറ്റുന്നത് നമുക്ക് ഉചിതമാണല്ലോ. സ്നാപക യോഹന്നാനോടുള്ള ഈ വാക്കുകളിലും തന്നെ ജ്ഞാനസ്നാനം ചെയ്യിക്കാൻ ആവശ്യപ്പെടുന്നതിലും ശ്രീയേശു തൻ്റെ ഗുരുവിൻ്റെ ദൈവികമായ അധികാരങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. പൗരസ്ത്യ വീക്ഷണത്തിലൂടെ ബൈബിളിൻ്റെ ഭക്ത്യാദരപൂർവമായ ഒരു പഠനം കൊണ്ടും എൻ്റെ ഉൾക്കാഴ്ചയുടെ അവബോധത്താലും എനിക്ക് ബോധ്യപ്പെട്ടത് സ്നാപക യോഹന്നാൻ കഴിഞ്ഞ ജന്മങ്ങളിൽ ക്രിസ്തുദേവൻ്റെ ഗുരുവായിരുന്നുവെന്നാണ്. ബൈബിളിലെ നിരവധി വചനങ്ങൾ യോഹന്നാനും ശ്രീയേശുവും തങ്ങളുടെ മുൻജന്മങ്ങളിൽ യഥാക്രമം എലീജയും ശിഷ്യൻ എലീശയും ആയിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ പേരുകൾ ഇവയാണ്. യവനതർജ്ജമക്കാർ പേരുകളെ ഏലിയാസും എലീസിയസും ആക്കി മാറ്റി. പുതിയ നിയമത്തിൽ അവ ഈ മാറിയ രൂപത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗം തന്നെ എലീജയുടെയും എലീശയുടെയും പുനർജന്മത്തെപ്പറ്റിയുള്ള ഒരു പ്രവചനമാണ്. മഹത്വമേറിയതും ഭയജനകവുമായ കർത്താവിൻ്റെ ദിനം വരും മുമ്പ് പ്രവാചകനായ എലീജയെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അങ്ങനെ കർത്താവിൻ്റെ ദിനം വരും മുമ്പ് അയക്കപ്പെട്ട യോഹന്നാൻ എലീജ ക്രിസ്തുദേവൻ്റെ വരവിന് അഗ്രദൂതനായി അല്പം മുമ്പായി ജനിച്ചു. എലീജ ഏലിയാസ് അല്ലാതെ മറ്റാരുമല്ല തൻ്റെ വരാൻ പോകുന്ന പുത്രനെന്നു സാക്ഷ്യപ്പെടുത്താൻ അച്ഛനായ സഖറിയാസിന് ഒരു മാലാഖ പ്രത്യക്ഷമായി. മാലാഖ അയാളോട് പറഞ്ഞു, സഖറിയ, നീ ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. അനേകം ഇസ്രായേൽ പുത്രന്മാരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അയാൾ തിരികെ കൊണ്ടുവരും. എലീജായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി അയാൾ അവൻ്റെ മുമ്പേ പോകും. അങ്ങനെ പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്ക് തിരിക്കും. അനുസരണയില്ലാത്തവരെ നീതിമാന്മാരുടെ വിജ്ഞാനത്തിലേക്ക് ആനയിക്കും. അങ്ങനെ സജ്ജമായ ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കി നിർത്തും. 2 അവസരങ്ങളിൽ ശ്രീയേശു എലീജായെ യോഹന്നാനെന്ന് സംശയാതീതമായി തിരിച്ചറിഞ്ഞു. എലീജ വന്നു കഴിഞ്ഞു. അവർ അയാളെ തിരിച്ചറിഞ്ഞില്ല. അവൻ സ്നാപക യോഹന്നാനെപ്പറ്റിയാണ് തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. വീണ്ടും ശ്രീയേശു പറയുന്നു, യോഹന്നാൻ്റെ കാലം വരെ പ്രവാചകരും നിയമവും പ്രവചനം നടത്തി. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കുക. ഇയാളാണ് പ്രവചിക്കപ്പെട്ടിരുന്ന ഏലിയാസ്. താൻ ഏലിയാസ് അല്ല എന്ന് യോഹന്നാൻ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് യോഹന്നാൻ്റെ എളിയ വേഷത്തിൽ മഹാനായ ഗുരു ഏലിയാസിൻ്റെ ബാഹ്യമഹത്വത്തിലല്ല താൻ വരുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിൽ തൻ്റെ മഹാത്മ്യത്തിൻ്റെ മേലങ്കിയും തൻ്റെ ആത്മീയ സ്വത്തും സ്വന്തം ശിഷ്യൻ എലീശയ്ക്ക് അദ്ദേഹം കൊടുത്തിരുന്നു. എലീശ പറഞ്ഞു, നിന്റെ ചൈതന്യത്തിൽ എനിക്ക് ഇരട്ടി അവകാശം ഉണ്ടാകണമേ. എലീജ പറഞ്ഞു, നീ ദുഷ്കരമായ ഒരു കാര്യമാണ് ചോദിച്ചത്. എങ്കിലും ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്ന പക്ഷം നിന്റെ പ്രാർത്ഥന സഫലമാകും. എലീജായുടെ താഴെ വീണ മേലങ്കി എടുത്തുകൊണ്ട് എലീശ മടങ്ങിപ്പോന്നു. ഈ ബന്ധം നേരെ തിരിഞ്ഞു വന്നു. എലീശ യേശുവിന് എലീജയുടെ യോഹന്നാൻ്റെ പ്രത്യക്ഷ ഗുരുസ്ഥാനം ഇനി ആവശ്യമില്ലായിരുന്നു. കാരണം ശ്രീയേശു ദിവ്യമായ പരിപൂർണത പ്രാപിച്ചിരുന്നു. മലയിൽ വെച്ച് ശ്രീയേശുവിന് പരിവർത്തനം വന്നപ്പോൾ മോശയോടൊപ്പം തൻ്റെ ഗുരു എലീജായെയാണ് അദ്ദേഹം കണ്ടത്. ക്രൂശിതനായ യേശു അന്ത്യസമയത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലമാ സബക്താനി. അതായത്, എൻ്റെ ദൈവമേ, നീ എന്താണ് എന്നെ കൈവിട്ടത്? ഇത് കേട്ട് അവിടെ നിന്നിരുന്ന ചിലർ പറഞ്ഞു, ഇവൻ എലീജായെ വിളിക്കുകയാണ്. വരട്ടെ, അവനെ രക്ഷിക്കാൻ എലീജ വരുമോ എന്ന് നമുക്ക് കാണാം. കാലാതീതമായ ഗുരുശിഷ്യബന്ധം യോഹന്നാനും ശ്രീയേശുവിനും എന്ന പോലെ ബാബാജിക്കും ലാഹിരി മഹാശയനും തമ്മിലുമുണ്ടായിരുന്നു. തൻ്റെ ശിഷ്യൻ്റെ 2 ജന്മങ്ങൾക്കിടയിൽ ചുഴികുത്തി ഒഴുകിയ അഗാധമായ ജലരാശി
വാത്സല്യാതിരേകത്തോടെ നീന്തിക്കടന്ന അമരനായ ഗുരു ലാഹിരി മഹാശയൻ കുട്ടിയായിരുന്നപ്പോഴും പിന്നീട് പുരുഷനായി തീർന്ന ശേഷവും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ഓരോ ചുവടുവയ്പിലും മാർഗദർശനം നൽകി. ഒരിക്കലും മുറിഞ്ഞിട്ടില്ലാത്ത ആ ബന്ധം തുറന്ന നിലയിൽ പുനഃസ്ഥാപിക്കാനുള്ള സമയം സമാഗതമായി എന്ന് ശിഷ്യന് 33 വയസ്സാകുന്നതുവരെ ബാബാജി കരുതിയില്ല. നിസ്വാർത്ഥനായ ആ ആചാര്യൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ റാണിഖേത്തിലെ ഹ്രസ്വമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്നോടൊപ്പം നിർത്താതെ ഒരു ബാഹ്യലോക ദൗത്യത്തിനായി നിയോഗിക്കുകയാണ് ചെയ്തത്. എൻ്റെ മകനെ, നിനക്ക് എപ്പോഴാണോ എൻ്റെ ആവശ്യം വരിക അപ്പോഴൊക്കെ ഞാനെത്തും. ഇങ്ങനെയുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ പരിമിതിയില്ലാത്ത വ്യവസ്ഥകൾ മർത്യനായ ഏതൊരു സ്നേഹനിധിക്ക് നിറവേറ്റാൻ കഴിയും. വാരാണസിയുടെ വിദൂരമായ ഒരു കോണിൽ സമൂഹത്തിൽ പൊതുവെ അറിയപ്പെടാതെ ഒരു മഹത്തായ ആത്മീയ നവോത്ഥാനം 1861 ആരംഭിച്ചു. പൂക്കളുടെ സൗരഭ്യം അടക്കിവെക്കാനാകാത്തതുപോലെ ഒച്ചപ്പാടില്ലാതെ മാതൃകാ ഗൃഹജീവിതം നയിക്കുകയായിരുന്ന ലാഹിരി മഹാശയന് തൻ്റെ സ്വതസിദ്ധമായ മാഹാത്മ്യം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്തമധുമക്ഷികകൾ ജീവൻ മുക്തനായ ഈ ആചാര്യനിൽ നിന്ന് ദിവ്യമധു തേടാൻ തുടങ്ങി. ലാഹിരി മഹാശയനെ സ്നേഹപൂർവം പരമാനന്ദ ബാബു എന്ന് വിളിച്ചിരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ ഓഫീസ് സൂപ്രണ്ടാണ് തൻ്റെ ഈ ജീവനക്കാരനിലെ അസാധാരണമായ ആധ്യാത്മിക പരിവർത്തനം ആദ്യം ശ്രദ്ധിച്ചത്. സർ, അങ്ങ് ദുഃഖിതനായി കാണുന്നുവല്ലോ, എന്താണ് കാരണം? ഒരു ദിവസം രാവിലെ ലാഹിരി മഹാശയൻ തൻ്റെ മേലാവിനോട് ഈ അനുകമ്പാപൂർണമായ അന്വേഷണം നടത്തി. ഇംഗ്ലണ്ടിൽ എൻ്റെ ഭാര്യ ഗുരുതരമായ രോഗാവസ്ഥയിലാണ്. ഞാൻ ഉത്കണ്ഠ കൊണ്ട് വലയുകയാണ്. അവരെപ്പറ്റി എന്തെങ്കിലും വിവരം ഞാൻ എത്തിച്ചു തരാം. ലാഹിരി മഹാശയൻ മുറിവിട്ട് ഏകാന്തമായ ഒരു സ്ഥലത്ത് അല്പസമയം ഇരുന്നു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ആശ്വസിപ്പിക്കുന്ന ഒരു മന്ദഹാസം തൂകി. അങ്ങയുടെ പത്നി സുഖം പ്രാപിച്ചു വരുന്നു. ഇപ്പോൾ അവർ അങ്ങയ്ക്ക് ഒരു കത്തെഴുതുകയാണ്. സർവജ്ഞനായ ആ യോഗി ആ എഴുത്തിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചു. പരമാനന്ദ ബാബു, അങ്ങ് ഒരു സാധാരണക്കാരനല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇച്ഛാനുസരണം കാലദേശങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ അങ്ങയ്ക്ക് കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. പറഞ്ഞ കത്ത് ഒടുവിൽ വന്നെത്തി. തൻ്റെ ഭാര്യയുടെ രോഗവിമുക്തിയുടെ സന്തോഷകരമായ വർത്തമാനം മാത്രമല്ല, മഹാനായ ആ ഗുരു ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ അതേ വാക്കുകളും അതിലുണ്ടെന്ന് വിസ്മയചകിതനായ ആ സൂപ്രണ്ട് കണ്ടു. ഏതാനും മാസങ്ങൾക്ക് ശേഷം പ്രസ്തുത വനിത ഭാരതത്തിലെത്തി. ലാഹിരി മഹാശയനെ കണ്ടപ്പോൾ ഭക്ത്യാദരങ്ങളോടെ അവർ അദ്ദേഹത്തെ നോക്കി. അവർ പറഞ്ഞു, സർ, ലണ്ടനിൽ എൻ്റെ രോഗശയ്യയ്ക്കരികിൽ മാസങ്ങൾക്ക് മുമ്പ് ദിവ്യപരിവേഷത്താൽ ആവൃതമായി ഞാൻ കണ്ട രൂപം അങ്ങയുടേതായിരുന്നു. ആ നിമിഷം എൻ്റെ രോഗം മാറി. പിന്നീട് പെട്ടെന്ന് തന്നെ ഭാരതത്തിലേക്കുള്ള നീണ്ട കപ്പൽ യാത്ര ചെയ്യാൻ എനിക്ക് സാധിച്ചു. ധന്യനായ ഗുരുദേവൻ ദിവസം തോറും 1-2 സാധകർക്ക് ക്രിയായോഗ ദീക്ഷ നൽകി. ഈ ആത്മീയ കർത്തവ്യങ്ങൾക്കും ഔദ്യോഗികവും കുടുംബപരവുമായ ചുമതലകൾക്കും പുറമെ മഹാനായ ആചാര്യൻ വിദ്യാഭ്യാസത്തിലും അത്യന്തം താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ധാരാളം പഠനസ്ഥലങ്ങൾ അദ്ദേഹം രൂപീകരിക്കുകയും വാരാണസിയിലെ ബംഗാളി തോലപ്രദേശത്തെ ഒരു വലിയ ഹൈസ്കൂളിൻ്റെ വളർച്ചയിൽ ക്രിയാത്മകമായ ഒരു പങ്ക് വഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗീതാ സദസ്സ് എന്നറിയപ്പെട്ടിരുന്ന ആഴ്ചതോറുമുള്ള സമ്മേളനങ്ങളിൽ നിരവധി സത്യാന്വേഷികൾക്ക് വേണ്ടി ഗുരുദേവൻ വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ചു. ഒരാളിൻ്റെ തൊഴിൽപരവും സാമൂഹികവുമായ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞിട്ട് ഈശ്വരധ്യാനത്തിന് എവിടെയുണ്ട് സമയം എന്ന പതിവ് വെല്ലുവിളിയെ ഇപ്രകാരമുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനത്തിലൂടെ ലാഹിരി മഹാശയൻ നേരിട്ടു. ഗൃഹസ്ഥാശ്രമിയായ ആ മഹാഗുരുവിൻ്റെ സമഞ്ജസമായി ചിട്ടപ്പെടുത്തിയ ജീവിതം ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർക്ക് പ്രചോദനമായി തീർന്നു. കുറഞ്ഞ ഒരു ശമ്പളം വാങ്ങി മിതമായി ചെലവുകൾ നടത്തി ആഡംബരരഹിതനായി ഏവർക്കും എളുപ്പത്തിൽ പ്രാപ്യനായി ആ ഗുരുനാഥൻ
അച്ചടക്കമുള്ള ലൗകിക ജീവിതത്തിൻ്റെ പാതയിലൂടെ സ്വാഭാവികമായും സന്തുഷ്ടമായും മുന്നോട്ട് നീങ്ങി. പരമപുരുഷപദത്തിൽ അധിഷ്ഠിതനായിരുന്നുവെങ്കിലും ലാഹിരി മഹാശയൻ എല്ലാവരോടും അവരുടെ ഗുണദോഷങ്ങൾ നോക്കാതെ ആദരവ് കാട്ടിയിരുന്നു. ഭക്തജനങ്ങൾ അദ്ദേഹത്തെ വണങ്ങിയിരുന്നപ്പോൾ അദ്ദേഹവും അവരെ തിരിച്ചു വണങ്ങുമായിരുന്നു. ഒരു കുട്ടിയുടെ എളിമയോടെ അദ്ദേഹം മറ്റുള്ളവരുടെ പാദം തൊട്ട് നമിച്ചിരുന്നു. പക്ഷേ ഗുരുവന്ദനം ഒരു പ്രാചീന പൗരസ്ത്യ സമ്പ്രദായമായിട്ട് പോലും തിരിച്ച് അദ്ദേഹത്തോട് ആദരവ് കാട്ടുവാൻ അവരെ അനുവദിച്ചിരുന്നില്ല. എല്ലാ വിശ്വാസക്കാർക്കും ക്രിയാദീക്ഷാദാനം ചെയ്തുവെന്നതാണ് ലാഹിരി മഹാശയൻ്റെ ജീവിതത്തിലെ എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അദ്ദേഹത്തിൻ്റെ മുന്തിയ ശിഷ്യന്മാരിൽ ഉൾപ്പെട്ടിരുന്നു. അദ്വൈത വിശ്വാസികളെയും ദ്വൈതികളെയും വിവിധ വിശ്വാസക്കാരെയും പ്രത്യേക വിശ്വാസങ്ങളൊന്നുമില്ലാത്തവരെയും ആ വിശ്വഗുരു പക്ഷഭേദമന്യേ സ്വീകരിക്കുകയും യോഗവിദ്യ അഭ്യസിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറെ പുരോഗതി നേടിയ ശിഷ്യന്മാരിൽ ഒരാൾ മുസ്ലിമായ അബ്ദുൽ ഗഫൂർ ഖാനായിരുന്നു. ലാഹിരി മഹാശയൻ സ്വയം ഏറ്റവും ഉയർന്ന ബ്രാഹ്മണജാതിയിൽപ്പെട്ടിരുന്നുവെങ്കിലും അക്കാലത്തെ അയവില്ലാത്ത ജാതിവ്യവസ്ഥയുടെ അസഹിഷ്ണുത ഇല്ലാതാക്കാൻ തൻ്റെയിടത്തോടെയുള്ള ശ്രമങ്ങൾ നടത്തി. സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ളവർ ആ ഗുരുദേവൻ്റെ സർവസന്നിഹിതമായ ചിറകുകൾക്ക് കീഴിൽ അഭയം കണ്ടെത്തി. ഈശ്വരപ്രചോദിതരായ എല്ലാ പ്രവാചകന്മാരെയും പോലെ ലാഹിരി മഹാശയൻ സമുദായ ബഹിഷ്കൃതർക്കും മർദ്ദിതരും പീഡിതരുമായവർക്കും പുതിയ പ്രതീക്ഷ നൽകി. നിങ്ങൾ ആരുടേതുമല്ല, ആരും നിങ്ങളുടേതുമല്ല എന്ന് ഓർമ്മിക്കൂ. എന്നെങ്കിലും ഈ ലോകത്തിൻ്റെ എല്ലാ വസ്തുക്കളും പെട്ടെന്ന് കൈവെടിയേണ്ടി വരുമെന്ന് കരുതുക. അതുകൊണ്ട് ഈശ്വരനെ ഇപ്പോഴേ പരിചയപ്പെടൂ. മഹാനായ ആ ഗുരുദേവൻ തൻ്റെ ശിഷ്യരെ ഉദ്ബോധിപ്പിച്ചു. ഈശ്വരാനുഭൂതിയുടെ ആകാശയാനത്തിൽ നിത്യേന പറന്ന് വരാനിരിക്കുന്ന മരണത്തിൻ്റെ സൂക്ഷ്മലോകയാത്രയ്ക്ക് സ്വയം തയ്യാറെടുക്കൂ. മായയുടെ ബലത്താൽ നിങ്ങൾ മാംസവും അസ്ഥിയും കൊണ്ടുള്ള ഒരു ഭാണ്ഡക്കെട്ടാണെന്ന് സ്വയം ധരിക്കുന്നു. എത്ര മെച്ചമായാലും അത് കഷ്ടപ്പാടുകളുടെ ഒരു കൂട് തന്നെയാണ്. നിരന്തരമായി ധ്യാനിക്കൂ. ധ്യാനത്തിലൂടെ സകല ദുരിതങ്ങളിൽ നിന്നും സ്വതന്ത്രമായ അനന്തസത്തയാണ് താനെന്ന് എത്രയും വേഗം കണ്ടെത്തൂ. ശരീരത്തിൻ്റെ ഒരു തടവുപുള്ളിയാകുന്നത് മതിയാക്കൂ. ക്രിയയുടെ രഹസ്യ താക്കോൽ ഉപയോഗിച്ച് വിമോചനം നേടാൻ പഠിക്കൂ. തൻ്റെ വിവിധ തരക്കാരായ ശിഷ്യരെ അവരവരുടെ സ്വന്തം മതവിശ്വാസത്തിൻ്റെ ഉത്കൃഷ്ടമായ പരമ്പരാഗത ശിക്ഷണം വച്ചുപുലർത്താൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മോക്ഷത്തിനുള്ള ഒരു പ്രായോഗിക മാർഗമെന്ന നിലയിൽ ക്രിയായോഗത്തിൻ്റെ സർവംഗ്രാഹകമായ സ്വഭാവത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യർക്ക് സ്വന്തം ജീവിതത്തെ അവരവരുടെ സാഹചര്യങ്ങളും വളർന്ന രീതിയുമനുസരിച്ച് ആവിഷ്കരിക്കാൻ ലാഹിരി മഹാശയൻ സ്വാതന്ത്ര്യം നൽകി. ഒരു മുസ്ലിം ദിവസം 5 നേരം നിസ്കരിക്കണം. ദിവസേന അനേകം പ്രാവശ്യം ഒരു ഹിന്ദു ധ്യാനത്തിലിരിക്കണം. ഒരു ക്രിസ്ത്യാനി ദിവസവും അനേക പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും വേണം. ആ ആചാര്യൻ ചൂണ്ടിക്കാട്ടി. ശിഷ്യർക്ക് അവരുടെ സ്വാഭാവിക പ്രവണതകൾ അനുസരിച്ച് ഭക്തി, കർമ്മ, ജ്ഞാന, രാജയോഗങ്ങളിൽ ഏതാണ് അനുയോജ്യമെന്നാൽ അതിലേക്ക് ജ്ഞാനത്തിൻ്റെ വിവേചനം കൊണ്ട് ഗുരുദേവൻ വഴികാട്ടി. സന്യാസം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് അനുമതി നൽകാൻ അമാന്തം കാട്ടിയിരുന്ന ഗുരുദേവൻ അവരോട് സന്യാസ ജീവിതത്തിൻ്റെ കഠിനനിഷ്ഠകളെപ്പറ്റി ആദ്യം തന്നെ നല്ലവണ്ണം ചിന്തിക്കാൻ എപ്പോഴും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മഹാനായ ഗുരുനാഥൻ തൻ്റെ ശിഷ്യരെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ സിദ്ധാന്തപരമായ ചർച്ച ഒഴിവാക്കാൻ പഠിപ്പിച്ചു. ഈ പ്രാചീന സൂക്തങ്ങൾ വായിക്കുന്നതിൽ മാത്രമല്ലാതെ അവയെ സാക്ഷാത്കരിക്കുന്നതിന് സ്വയം സമർപ്പിക്കുന്നവൻ മാത്രമാണ് ബുദ്ധിമാൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ധ്യാനത്തിലൂടെ പരിഹരിക്കൂ. അർത്ഥശൂന്യമായ ഊഹാപോഹങ്ങൾ യഥാർത്ഥ ഈശ്വര സംയോഗത്തിനായി കൈമാറുക. അന്ധവിശ്വാസ ജടിലമായ മതചിന്തകളുടെ ചപ്പുചവറുകൾ മനസ്സിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യുക. അപരോക്ഷമായ ഈശ്വരാനുഭൂതിയുടെ സ്വച്ഛവും വിമോചകവുമായ ജലധാരയെ
സ്വാഗതം ചെയ്യുക. അന്തരാത്മാവിൻ്റെ ചലനാത്മകമായ മാർഗദർശനത്തോട് സ്വയം സമരസപ്പെടുക. ആ ദിവ്യശബ്ദത്തിന് ജീവിതത്തിലെ ഓരോ ധർമ്മസങ്കടത്തിനും ഒരു പ്രതിവിധിയുണ്ട്. മനുഷ്യന് സ്വയം ദുരിതങ്ങളിൽ ചെന്നു ചാടുന്നതിനുള്ള സാമർഥ്യം ഒടുങ്ങാത്തതാണെങ്കിലും ഈശ്വരകൃപയുടെ വൈഭവവും ഒട്ടും കുറവല്ല. തൻ്റെ ഗീതാവ്യാഖ്യാനം കേട്ടുകൊണ്ടിരുന്ന ഒരു സംഘം ശിഷ്യന്മാരുടെ മുമ്പിൽ ഗുരുനാഥൻ്റെ സർവ്വവ്യാപിത്വം ഒരിക്കൽ വെളിവാകുകയുണ്ടായി. സ്പന്ദനശീലമായ സകല സൃഷ്ടിയിലും കുടികൊള്ളുന്ന കൂടസ്ഥ ചൈതന്യം ക്രിസ്തുബോധം വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ലാഹിരി മഹാശയൻ പെട്ടെന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു, ജപ്പാന്റെ തീരത്തിനകലെ അനവധി ആളുകളുടെ ശരീരത്തിലായി ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നു. ജപ്പാനു സമീപം ഒരു കപ്പൽ മുങ്ങി അനവധി ആളുകൾ മരിച്ച വിവരം അടുത്ത ദിവസം രാവിലെ പത്രത്തിലെ കേബിൾ വാർത്തയായി ശിഷ്യന്മാർ വായിച്ചു. ദൂരത്തുള്ള അനേകം ശിഷ്യന്മാർ ലാഹിരി മഹാശയന്റെ സാന്നിധ്യം തങ്ങളെ പൊതിയുന്നതായി അനുഭവിച്ചറിഞ്ഞിരുന്നു. ക്രിയായോഗം അഭ്യസിക്കുന്നവരുടെ കൂടെ ഞാൻ എപ്പോഴുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തു കഴിയാൻ സാധിക്കാത്ത ശിഷ്യരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയും, നിങ്ങളുടെ സദാ വികസ്വരമായ ആത്മീയ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് ഞാൻ പരമപദത്തിലേക്ക് മാർഗദർശനം നൽകും. മഹാനായ ആ ഗുരുവിൻ്റെ ശ്രേഷ്ഠനായ ശിഷ്യൻ ഭൂപേന്ദ്രനാഥ സന്യാൽ കുട്ടിയായിരുന്നപ്പോൾ 1892 വാരാണസിയിൽ പോകാനാവാതെ ലാഹിരി മഹാശയനോട് ആത്മീയ ശിക്ഷണം നൽകാൻ പ്രാർത്ഥിച്ചു. ലാഹിരി മഹാശയൻ ഭൂപേന്ദ്രന് ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദീക്ഷ നൽകുകയും ചെയ്തു. പിന്നീട് ആ ബാലൻ വാരാണസിയിൽ പോകുകയും ഗുരുനാഥനോട് ദീക്ഷയാവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ നേരത്തെ തന്നെ ഒരു സ്വപ്നത്തിൽ നിനക്ക് ദീക്ഷ നൽകിയിരുന്നല്ലോ, ലാഹിരി മഹാശയൻ മറുപടി നൽകി. ഒരു ശിഷ്യൻ തൻ്റെ ലൗകികമായ ഏതെങ്കിലും ഉത്തരവാദിത്വം അവഗണിച്ചാൽ ഗുരുനാഥൻ അയാളെ സൗമ്യമായി തിരുത്തുകയും അനുശാസനത്തിന് വിധേയനാക്കുകയും ചെയ്തിരുന്നു. ഒരു ശിഷ്യന്റെ കുറ്റങ്ങളെപ്പറ്റി തുറന്നു പറയാൻ നിർബന്ധിതനാകുമ്പോഴും ലാഹിരി മഹാശയന്റെ വാക്കുകൾ സൗമ്യവും ഹിതകരവുമായിരുന്നു. ഒരിക്കൽ ശ്രീ യുക്തേശ്വരൻ എന്നോട് പറഞ്ഞു. അദ്ദേഹം അല്പം ഖേദത്തോടെ കൂട്ടിച്ചേർത്തു, ഒരു ശിഷ്യനും എൻ്റെ ഗുരുനാഥൻ്റെ മുനവച്ച വാക്കുകൾ കേട്ട് ഒരിക്കലും ഓടി അകന്നിട്ടില്ല. എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മൂർച്ചയുള്ളതോ അല്ലാത്തതോ ആവട്ടെ, അവ എൻ്റെ കാതുകൾക്ക് മധുര സംഗീതമാണെന്ന് എൻ്റെ ഗുരുനാഥന് ഞാൻ സത്യസന്ധമായി ഉറപ്പുകൊടുത്തു. ക്രമാനുഗതമായ 4 ദീക്ഷാകരണങ്ങളായി ലാഹിരി മഹാശയൻ ക്രിയാനുഷ്ഠാനത്തെ ശ്രദ്ധാപൂർവം തരംതിരിച്ചിരുന്നു. ഉയർന്ന 3 ക്രിയാദീക്ഷകളും സാധകൻ സ്പഷ്ടമായ ആത്മീയ പുരോഗതി കൈവരിച്ച ശേഷമേ അദ്ദേഹം നൽകിയിരുന്നുള്ളൂ. തൻ്റെ കഴിവുകൾ ശരിയായി വിലയിരുത്തപ്പെടുന്നില്ല എന്ന ശക്തമായ ധാരണയോടെ ഒരു ദിവസം ഒരു ശിഷ്യൻ തൻ്റെ അതൃപ്തി വ്യക്തമാക്കി. ഗുരുനാഥ, 2ാമത്തെ ദീക്ഷയ്ക്ക് ഞാൻ ഇപ്പോൾ തയ്യാറാണെന്ന് തീർച്ച, അയാൾ പറഞ്ഞു. അതേ നിമിഷം കതക് തുറന്ന് ഒരു എളിയ ശിഷ്യൻ വൃന്ദ ഭഗത് കടന്നുവന്നു. അയാൾ വാരാണസിയിലെ ഒരു പോസ്റ്റ്മാനായിരുന്നു. വൃന്ദ, ഇവിടെ എൻ്റെ അടുത്തിരിക്കൂ. മഹാനായ ഗുരുദേവൻ അയാളുടെ നേരെ നോക്കി സ്നേഹപൂർവം മന്ദഹസിച്ചു. പറയൂ, 2ാമത്തെ ക്രിയാദീക്ഷയ്ക്ക് തയ്യാറാണോ നീ? ആ എളിയ പോസ്റ്റ്മാൻ 2 കൈകളുമുയർത്തി തൊഴുതു. ഗുരുദേവ, അമ്പരപ്പോടെ അയാൾ പറഞ്ഞു, ഇനി കൂടുതൽ ദീക്ഷകളൊന്നും ദയവ് ചെയ്ത് തരരുതേ. ഇതിൽ ഉപരിയായ പാഠങ്ങൾ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളാനാണ്? ഇന്ന് ഞാൻ അങ്ങയുടെ ആശീർവാദം വാങ്ങാനാണ് വന്നത്. കാരണം ആദ്യത്തെ ക്രിയ തന്നെ എന്നിൽ അത്രമാത്രം ദിവ്യലഹരി നിറച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് കത്തുകൾ വിതരണം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. വൃന്ദ ഇപ്പോൾ തന്നെ പരമാനന്ദ സാഗരത്തിൽ നീന്തിത്തുടിക്കുന്നു. ലാഹിരി മഹാശയന്റെ ഈ വാക്കുകൾ കേട്ട് മറ്റേ ശിഷ്യൻ തല താഴ്ത്തി. ഗുരുനാഥ, തൻ്റെ പണിയായുധങ്ങളിൽ പഴിചാരുന്ന മോശക്കാരനായ ഒരു ജോലിക്കാരനാണ് ഞാനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അയാൾ പറഞ്ഞു.
വിദ്യാവിഹീനനായ ആ സാധാരണ പോസ്റ്റ്മാൻ പിൽക്കാലത്ത് ക്രിയയിലൂടെ തൻ്റെ ഉൾക്കാഴ്ച വളർത്തി. വേദശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം പണ്ഡിതന്മാർ പലപ്പോഴും തേടി. പാപമോ അഹങ്കാരമോ ഒരേപോലെ തന്നെ ഇല്ലാതിരുന്ന എളിയവനായ വൃന്ദാഭഗത് വിദ്വാൻമാരുടെ ഇടയിൽ വിഖ്യാതി നേടി. ലാഹിരി മഹാശയൻ്റെ അസംഖ്യം വാരാണസി ശിഷ്യന്മാരെ കൂടാതെ ഭാരതത്തിൻ്റെ വിദൂര ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു. തൻ്റെ പുത്രരുടെ ഭാര്യാപിതാക്കളുടെ വീട്ടിൽ സന്ദർശനത്തിനായിട്ട് ലാഹിരി മഹാശയൻ ബംഗാളിൽ സ്വയം പല പ്രാവശ്യം പോയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായി ബംഗാളിൽ ക്രിയായോഗത്തിൻ്റെ ചെറിയ സംഘങ്ങൾ ധാരാളം ഉണ്ടായി. പ്രത്യേകിച്ചും കൃഷ്ണനഗരം, വിഷ്ണുപുരം എന്നീ ജില്ലകളിൽ അനവധി നിശബ്ദ സാധകർ ആത്മീയ ധ്യാനത്തിൻ്റെ അദൃശ്യപ്രവാഹത്തെ ഇന്നും നിലനിർത്തിപ്പോരുന്നു. ലാഹിരി മഹാശയനിൽ നിന്ന് ക്രിയായോഗ ദീക്ഷ ലഭിച്ച ധാരാളം താപസേന്ദ്രന്മാരിൽ വാരാണസിയിലെ പ്രസിദ്ധനായ സ്വാമി ഭാസ്കരാനന്ദ സരസ്വതിയും ദേവ്ഘറിലെ താപസേന്ദ്രനായ ബാലാനന്ദ ബ്രഹ്മചാരിയും എടുത്തു പറയേണ്ടവരാണ്. വാരാണസിയിലെ മഹാരാജ ഈശ്വരി നാരായണ സിൻഹ ബഹാദൂറിൻ്റെ മകൻ്റെ ഒരു സ്വകാര്യ അധ്യാപകനായി ലാഹിരി മഹാശയൻ കുറേക്കാലം സേവനമനുഷ്ഠിച്ചു. ആചാര്യൻ്റെ ആത്മീയ നേട്ടങ്ങൾ മനസ്സിലാക്കിയ മഹാരാജാവും മകനും, അതുപോലെ മഹാരാജ ജതീന്ദ്ര മോഹൻ ഠാക്കൂറും ക്രിയായോഗദീക്ഷ സ്വീകരിച്ചു. ലാഹിരി മഹാശയൻ്റെ നല്ല സ്വാധീനമുള്ള ലൗകികമായ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന അനേകം ശിഷ്യന്മാർ ക്രിയായോഗത്തിൻ്റെ വ്യാപ്തി പ്രചരണവേലയിലൂടെ വർദ്ധിപ്പിക്കാമെന്ന് ആഗ്രഹിച്ചു. ഗുരുനാഥൻ അതിന് അനുമതി നിഷേധിച്ചു. വാരാണസിയിലെ രാജാവിൻ്റെ വൈദ്യനായിരുന്ന ഒരു ശിഷ്യൻ ഗുരുദേവനെ കാശി ബാബ എന്ന പേരിൽ വിഖ്യാതനാക്കാൻ ഒരു സംഘടിതമായ ശ്രമം ആരംഭിച്ചു. ഗുരുനാഥൻ അതും വിലക്കി. ക്രിയാപുഷ്പത്തിൻ്റെ സുഗന്ധം സ്വാഭാവികമായി പരക്കട്ടെ. ആത്മീയമായി ഫലഭൂയിഷ്ഠമായ ഹൃദയങ്ങളിൽ ക്രിയയുടെ വിത്തുകൾ തീർച്ചയായും വേരുപിടിക്കും, അദ്ദേഹം പറഞ്ഞു. ആധുനിക മാധ്യമമായ സംഘടന മുഖേനയോ മുദ്രണം വഴിയോ യോഗാഭ്യാസം പ്രചരിപ്പിക്കുന്ന സംവിധാനം മഹാനായ ആ ആചാര്യൻ സ്വീകരിച്ചില്ലെങ്കിലും തൻ്റെ സന്ദേശത്തിൻ്റെ പ്രഭാവം അപ്രതിരോധ്യമായ ഒരു പ്രളയം പോലെ അതിൻ്റെ ശക്തിയാൽ മനുഷ്യമനസ്സിൻ്റെ തീരങ്ങളെ ആമഗ്നമാക്കിക്കൊണ്ട് ഉയരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഭക്തരുടെ പരിവർത്തനം വന്നതും വിശുദ്ധമാക്കപ്പെട്ടതുമായ ജീവിതങ്ങളായിരുന്നു ക്രിയായോഗത്തിൻ്റെ അനശ്വര ജീവശക്തിയുടെ എളിയ പ്രത്യക്ഷ പ്രമാണം. റാണിഖേത്തിലെ ക്രിയാദീക്ഷയ്ക്ക് 25 വർഷങ്ങൾക്ക് ശേഷം 1886 ലാഹിരി മഹാശയൻ പെൻഷനായി ജോലിയിൽ നിന്ന് വിരമിച്ചു. ഒരു സർക്കാർ വകുപ്പിൽ മൊത്തം 35 കൊല്ലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ സാമീപ്യം പകൽ സമയത്തും ലഭ്യമായതുകൊണ്ട് കൂടുതൽ ശിഷ്യന്മാർ അദ്ദേഹത്തെ തേടിയെത്തി. ഇപ്പോൾ അദ്ദേഹം സ്വസ്ഥമായ പത്മാസനത്തിൽ അധിക സമയവും മൗനമായി ഇരുന്നു. നടക്കാനായിട്ടോ വീട്ടിൻ്റെ മറ്റു ഭാഗങ്ങൾ സന്ദർശിക്കാനായോ പോലും അദ്ദേഹം തൻ്റെ ചെറിയ ഇരിപ്പുമുറിയിൽ നിന്ന് അപൂർവമായേ വെളിയിൽ ഇറങ്ങിയിരുന്നുള്ളൂ. പ്രശാന്ത പ്രവാഹമായി ഏതാണ്ട് ഇടതടവില്ലാതെ ശിഷ്യന്മാർ ഗുരുവിൻ്റെ ദർശനത്തിന് എത്തിയിരുന്നു. കാണികളിൽ അത്ഭുതാദരങ്ങൾ വളർത്തിക്കൊണ്ട് ലാഹിരി മഹാശയൻ്റെ സ്വാഭാവിക ശാരീരികാവസ്ഥ, അതിമാനുഷ പ്രത്യേകതകളായ ശ്വാസമില്ലായ്മ, ഉറക്കം വേണ്ടായിക, നാടിമിടിപ്പും ഹൃദയസ്പന്ദനവും കാട്ടായിക, മണിക്കൂറുകളോളം കണ്ണുകൾ ഇമവെട്ടായിക എന്നിവയും അഗാധമായ ശാന്തിയുടെ പരിവേഷവും കാട്ടിയിരുന്നു. ആത്മീയ ഉത്കർഷം നേടാതെ ഒരു സന്ദർശകനും മടങ്ങിയിരുന്നില്ല. ഒരു യഥാർത്ഥ പുണ്യാത്മാവിൻ്റെ നിശബ്ദമായ അനുഗ്രഹം തങ്ങൾക്ക് ലഭിച്ചുവെന്ന് അവർക്ക് ബോധ്യമായിരുന്നു. ഗുരുനാഥൻ പിന്നീട് തൻ്റെ ശിഷ്യൻ പഞ്ചാനനൻ ഭട്ടാചാര്യയ്ക്ക് ആര്യമിഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ ഒരു യോഗകേന്ദ്രം തുടങ്ങുവാൻ അനുവാദം നൽകി. ആ കേന്ദ്രം ചില യോഗശാസ്ത്ര പ്രോക്തമായ പച്ചമരുന്നുകൾ വിതരണം ചെയ്യുകയും ബംഗാളിൽ ആദ്യമായി ഭഗവത്ഗീതയുടെ ഒരു വില കുറഞ്ഞ പതിപ്പ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. ആയിരക്കണക്കിന് വീടുകളിൽ
ഹിന്ദിയിലും ബംഗാളിയിലുമുള്ള ആര്യമിഷൻ ഗീത എത്തിച്ചേർന്നു. പ്രാചീന രീതി അനുസരിച്ച് ഗുരുദേവൻ ജനങ്ങൾക്ക് പൊതുവെ ഒരു വേപ്പെണ്ണ വിവിധ രോഗങ്ങളുടെ ശാന്തിക്കായി നൽകിയിരുന്നു. ഗുരുദേവൻ ഒരു ശിഷ്യനോട് എണ്ണ വാറ്റിയെടുക്കാൻ പറഞ്ഞാൽ അയാൾക്ക് അത് എളുപ്പം ചെയ്യാൻ കഴിയുമായിരുന്നു. മറ്റാരെങ്കിലും ശ്രമിച്ചാൽ അയാൾക്ക് വിചിത്രമായ വിഷമതകൾ നേരിടുകയും ചെയ്യുമായിരുന്നു. ആവശ്യമായ വാറ്റൽ പ്രക്രിയയ്ക്ക് എണ്ണ വിധേയമാക്കി കഴിയുമ്പോൾ ആ ദ്രാവകം ഏതാണ്ട് പൂർണ്ണമായും ബാഷ്പീകൃതമായി പോയി എന്ന് കാണും. ഗുരുദേവന്റെ അനുഗ്രഹം ഒരു അവശ്യ ചേരുവയായിരുന്നുവെന്ന് വ്യക്തം. ലാഹിരി മഹാശയന്റെ കൈയക്ഷരവും ഒപ്പും ബംഗാളി ലിപിയിൽ ഈ പുസ്തകത്തിൽ നൽകിയിരിക്കുന്നു. ഒരു ശിഷ്യന് അദ്ദേഹം അയച്ച എഴുത്തിലാണ് ഈ വരികൾ ഉള്ളത്. ഒരു സംസ്കൃത ശ്ലോകം മഹാനായ ആ ആചാര്യൻ ഇനി പറയുന്ന വിധം വ്യാഖ്യാനിച്ചിരിക്കുന്നു. കണ്ണ് ഇമവെട്ടാത്ത ശാന്തത പ്രാപിച്ച ദേഹം ശാംഭവി മുദ്ര നേടിക്കഴിഞ്ഞു. ശ്രീ ശ്യാമാചരൺ ദേവശർമ്മൻ, ഒപ്പ്. മറ്റു പല പ്രവാചകരെയും പോലെ ലാഹിരി മഹാശയൻ സ്വന്തമായി ഗ്രന്ഥങ്ങൾ ഒന്നും രചിച്ചിരുന്നില്ല. പക്ഷേ അനവധി ശിഷ്യരെ അദ്ദേഹം തൻ്റെ വേദശാസ്ത്ര വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു. ആ ഗുരുദേവന്റെ പൗത്രൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് യശശരീരനായ ശ്രീ ആനന്ദമോഹൻ ലാഹിരി ഇങ്ങനെ എഴുതി: വ്യാഖ്യാനത്തിന് തീരെ വഴങ്ങാത്ത അനേകം കീറാമുട്ടികൾ, വ്യാസകൂടങ്ങൾ ഭഗവത്ഗീതയിലും മഹാഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമുണ്ട്. ഈ കീറാമുട്ടികൾ ചോദ്യം ചെയ്യപ്പെടാതെ വിട്ടാൽ വിചിത്രവും പെട്ടെന്ന് തെറ്റിദ്ധരിക്കാവുന്ന തരത്തിലുള്ളതുമായ കുറേ പുരാണ കഥകളല്ലാതെ നാം ഒന്നും കാണുകയില്ല. ഈ കീറാമുട്ടികൾ വ്യാഖ്യാനിക്കാതെ വിട്ടാൽ സഹസ്രാബ്ദങ്ങളിലെ പരീക്ഷണങ്ങളുടെ ആരായലുകൾക്ക് ശേഷം പൗരസ്ത്യദേശം അമാനുഷികമായ ക്ഷമയോടെ പരിരക്ഷിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. വേദശാസ്ത്രങ്ങളിലെ ബിംബകൽപ്പനകളുടെ കടങ്കഥകളിൽ സമർത്ഥമായി ഒളിച്ചുവച്ചിരുന്ന മതധർമ്മശാസ്ത്രത്തെ പ്രതീകാത്മകതകൾ ഒഴിവാക്കി ലാഹിരി മഹാശയൻ വെളിച്ചത്തു കൊണ്ടുവന്നു. അവ ഇപ്പോൾ ദുർഗ്രാഹ്യമായ വാചക കസർത്തുകൾ അല്ലാതായി തീർന്നു കഴിഞ്ഞു. വേദപ്രോക്തമായ ആരാധനാ സമ്പ്രദായം ശാസ്ത്രീയമായ അർത്ഥവ്യാപ്തിയുള്ളതാണെന്ന് ആ ആചാര്യൻ തെളിയിച്ചു. സാധാരണഗതിയിൽ ദുഷ്ടവികാരങ്ങൾക്ക് എതിരെ മനുഷ്യൻ നിസ്സഹായനാണെന്ന് നമുക്കറിയാം. എന്നാൽ മഹത്തരവും ശാശ്വതവുമായ പരമാനന്ദത്തിൻ്റെ ബോധം ക്രിയായോഗാനുഷ്ഠാനത്തിലൂടെ അവനിൽ ഉദിക്കുമ്പോൾ അവ ദുർബലമാവുകയും മനുഷ്യന് അവയിൽ മുഴുകാൻ തക്ക കാരണമൊന്നും കാണാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഇവിടെ ഹീനമായ പ്രകൃതത്തിൻ്റെ നിരാസമെന്ന കൈവെടിയലും നിത്യാനന്ദത്തിൻ്റെ അനുഭവം എന്ന സ്വീകാരവും ഒപ്പം സംഭവിക്കുന്നു. ഇങ്ങനെ ഒരു ഇതരമാർഗം കൂടാതെയുള്ള വെറും നിഷേധാത്മകമായ സദാചാര നിയമങ്ങൾ നമുക്ക് പ്രയോജനരഹിതമാണ്. അനന്തത, ശക്തിയുടെ മഹാസാഗരമാണ് ഇന്ദ്രിയഗോചര വസ്തുക്കൾക്കെല്ലാം പിന്നിൽ സ്ഥിതി ചെയ്യുന്നത്. ലൗകിക വൃത്തികളിൽ നമുക്കുള്ള ആസക്തി നമ്മിലെ ആധ്യാത്മിക ഭയഭക്ത്യാദരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു. പ്രകൃതിശക്തികളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നതുകൊണ്ട് നാമരൂപങ്ങൾക്ക് പിന്നിലുള്ള മഹാശക്തിയെ മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു. പ്രകൃതിയോടുള്ള അതിപരിചയം അവളുടെ ആത്യന്തിക രഹസ്യങ്ങളോട് നമുക്ക് പുച്ഛം ഉളവാക്കിയിട്ടുണ്ട്. നമുക്ക് അവളുമായുള്ള ബന്ധം വെറും പ്രായോഗിക വ്യവഹാരങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നാണ്. നമ്മുടെ ഉദ്ദേശ്യങ്ങൾ സാധിക്കുന്നതിന് അവളെ നിർബന്ധിതയാക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ നാം അവളെ പൊറുതിമുട്ടിക്കുന്നുവെന്നു തന്നെ പറയാം. അവളുടെ ഊർജങ്ങൾ നാം ഉപയോഗിക്കുന്നു. അവയുടെ ദൈവികമായ ഉറവിടം നമുക്ക് ഇനിയും അജ്ഞാതമാണ്. ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രകൃതിയുമായുള്ള ബന്ധം ഒരു ഗർവിഷ്ഠനായ മനുഷ്യനും അയാളുടെ ഭൃത്യനും തമ്മിലുള്ളതുപോലെയാണ്. അല്ലെങ്കിൽ ഒരു ദാർശനികമായ അർത്ഥത്തിൽ പ്രകൃതി സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു തടവുകാരിയെപ്പോലെയാണ്. നാം അവളെ എതിർവിചാരണ ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു,
പ്രകൃതിയുടെ ഒളിഞ്ഞ മൂല്യങ്ങൾ അളക്കുന്നതിന് അപര്യാപ്തമായ മാനുഷിക മാനദണ്ഡങ്ങൾ വച്ച് സൂക്ഷ്മമായി അവളുടെ സാക്ഷ്യങ്ങൾ തൂക്കിനോക്കുന്നു. നേരെ മറിച്ച് ശ്രേഷ്ഠമായ ഒരു ശക്തിയുമായി മനുഷ്യൻ്റെ ആത്മാവ് താതാത്മ്യം പ്രാപിക്കുമ്പോൾ പ്രകൃതി സ്വമേധയാ ക്ലേശമോ ആയാസമോ കൂടാതെ തന്നെ മനുഷ്യൻ്റെ ഇച്ഛയെ അനുസരിക്കുന്നു. പ്രകൃതിയുടെ മേൽ ലഭിക്കുന്ന ഇമ്മാതിരി അനായാസമായ ആധിപത്യത്തെ അജ്ഞനായ ഭൗതികവാദി അത്യദ്ഭുതകരമെന്ന് വിളിക്കുന്നു. യോഗാഭ്യാസം ദുർജ്ഞേയമായ ഒരു അനുഷ്ഠാനമാണെന്ന തെറ്റിദ്ധാരണ അകറ്റിയ ഒരു ദൃഷ്ടാന്തമായി തീർന്നു ലാഹിരി മഹാശയൻ്റെ ജീവിതം. പ്രകൃതിയുമായി തൻ്റെ ശരിയായ ബന്ധം മനസ്സിലാക്കാനും ദുർജ്ഞേയമോ നിത്യസംഭവമോ ആയ എല്ലാ പ്രതിഭാസങ്ങളോടും ആത്മീയമായ ഭക്ത്യാദരങ്ങൾ തോന്നുവാനും ഓരോ മനുഷ്യനും ശാസ്ത്രത്തിൻ്റെ വസ്തുനിഷ്ഠത നിലനിർത്തിക്കൊണ്ട് ഒരു വഴി ക്രിയായോഗവിദ്യയിലൂടെ കണ്ടെത്താം. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ദുർഗ്രാഹ്യമായിരുന്ന പലതും ഇന്ന് അങ്ങനെയല്ല എന്നും അദ്ഭുതമെന്ന് ഇന്ന് കരുതുന്നവ ഒരു 100 കൊല്ലങ്ങൾക്ക് ശേഷം ശാസ്ത്ര നിയമങ്ങൾക്ക് വിധേയമായി സുഗ്രാഹ്യമാകുകയും ചെയ്യുമെന്നും നാം ഓർമ്മിക്കണം. ക്രിയായോഗത്തിൻ്റെ ശാസ്ത്രം ശാശ്വതമാണ്. അത് ഗണിതം പോലെ കൃത്യമാണ്. കണക്കിലെ കൂട്ടൽ കുറയ്ക്കൽ നിയമങ്ങളെപ്പോലെ ക്രിയയുടെ നിയമത്തെയും ഒരിക്കലും ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയില്ല. ഗണിത പുസ്തകങ്ങളെല്ലാം കത്തിച്ചു ചാമ്പലാക്കിയാലും യുക്തിയുക്തമായ മനസ്സുകൾ വീണ്ടും അത്തരം സത്യങ്ങൾ എല്ലായ്പ്പോഴും കണ്ടെത്തും. യോഗശാസ്ത്രത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വിലക്കപ്പെട്ടാലും ശുദ്ധമായ ഭക്തിയും തത്ഫലമായ ശുദ്ധജ്ഞാനവുമുള്ള ഒരു ദിവ്യദേഹം ഉണ്ടാകുമ്പോഴൊക്കെ അതിൻ്റെ പ്രാഥമിക തത്വങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടും. ബാബാജിയെ അവതാരങ്ങളിൽ ഒരു മഹാവതാരമായി കരുതുകയും ശ്രീ യുക്തേശ്വരനെ തീർച്ചയായും ഒരു ജ്ഞാനാവതാരമായി വിളിക്കുകയും ചെയ്യുന്നത് പോലെ ലാഹിരി മഹാശയൻ ഒരു യോഗാവതാരമായിരുന്നു. സമൂഹത്തിൻ്റെ ആത്മീയ നിലവാരം ആ മഹാഗുരു ഗുണത്തിലും അളവിലും ഉയർത്തി. തൻ്റെ അടുത്ത ശിഷ്യരെ ദേവസമാനരായി ഉയർത്താനുള്ള കഴിവിലും പൊതുജനങ്ങളുടെ മധ്യത്തിൽ വ്യാപകമായ സത്യപ്രചരണത്തിലും ലോകരക്ഷകരോടൊപ്പം ലാഹിരി മഹാശയൻ ഒരു സ്ഥാനം അലങ്കരിക്കുന്നു. യോഗാഭ്യാസത്തിലൂടെ നേടാവുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വാതിൽ ആദ്യമായി എല്ലാ മനുഷ്യർക്കും തുറന്നുകൊടുക്കുന്ന നിശ്ചിത മാർഗമായ ക്രിയയ്ക്ക് നൽകിയ പ്രായോഗികമായ ഊന്നലിലാണ് ഒരു പ്രവാചകനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അനന്യത. തൻ്റെ ജീവിതത്തിലെ തന്നെ ദിവ്യാത്ഭുതങ്ങൾ കൂടാതെ യോഗശാസ്ത്രത്തിൻ്റെ പ്രാചീന സങ്കീർണതകൾ ലഘൂകരിച്ച് സാധാരണക്കാരൻ്റെ പിടിയിലൊതുങ്ങുന്ന ഫലപ്രദമായ ലാളിത്യത്തിലേക്ക് അതിനെ കൊണ്ടുവന്നുവെന്നതിലൂടെ ആ യോഗാവതാരം തീർച്ചയായും ദിവ്യാത്ഭുതങ്ങളുടെ കൊടുമുടിയിലെത്തി. ദിവ്യാത്ഭുതങ്ങളെപ്പറ്റി ലാഹിരി മഹാശയൻ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിരുന്നു: പൊതുജനങ്ങൾക്കറിയാത്ത സൂക്ഷ്മ നിയമങ്ങളുടെ പ്രവർത്തനം വിവേചനമില്ലാതെ പരസ്യമായി ചർച്ച ചെയ്യുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്തുകൂടാ. ഈ താളുകളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പിൻ്റെ വാക്കുകൾ അവഗണിച്ചതായി തോന്നാം. എങ്കിൽ അദ്ദേഹം എനിക്കു നൽകിയ ആന്തരികമായ ഉറപ്പാണ് അതിൻ്റെ പിന്നിലുള്ളത്. എങ്കിലും ബാബാജി, ലാഹിരി മഹാശയൻ, ശ്രീ യുക്തേശ്വരൻ എന്നിവരുടെ ജീവചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ചില ദിവ്യാത്ഭുത കഥകൾ ഒഴിവാക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതി. ദുർഗ്രഹമായ തത്വചിന്തയുടെ ഒരു വ്യാഖ്യാനവും കൂടെ എഴുതാതെ അവ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഒരു ഗൃഹസ്ഥാശ്രമിയായ യോഗിയെന്ന നിലയിൽ ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രായോഗിക സന്ദേശം ലാഹിരി മഹാശയൻ നൽകി. പ്രാചീന ഭാരതത്തിലെ ഉത്തമമായ സാമ്പത്തിക മതപര സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല. അതിനാൽ ഒരു യോഗി എന്നാൽ ഭിക്ഷാപാത്രവുമായി ചുറ്റി നടക്കുന്ന ഒരു താപസൻ എന്ന പഴയ മാതൃക മഹാനായ ആ ഗുരുനാഥൻ പ്രോത്സാഹിപ്പിച്ചില്ല. പകരം അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് ഒരു യോഗി തൻ്റെ ജീവിതമാർഗം സ്വയം കണ്ടെത്തുന്നതിൻ്റെയും ഏറെ ഞെരുക്കത്തിൽ കഴിയുന്ന സമൂഹത്തെ ആശ്രയിക്കാതിരിക്കുന്നതിൻ്റെയും സ്വന്തം വീട്ടിലെ സ്വകാര്യതയിൽ യോഗാഭ്യാസം നടത്തുന്നതിൻ്റെയും പ്രയോജനങ്ങളാണ്. ഈ ഉപദേശത്തിന് ലാഹിരി മഹാശയൻ തൻ്റെ മാതൃകയുടെ ആശാവഹമായ പിൻബലം നൽകുകയും ചെയ്തു. അദ്ദേഹം
വർദ്ധിച്ച കാര്യക്ഷമതയുള്ള ഒരു ആധുനിക യോഗിയുടെ മാതൃകയായിരുന്നു. ബാബാജി ഉദ്ദേശിച്ചതുപോലെ ലോകത്തെ എല്ലാ ഭാഗത്തുമുള്ള മുമുക്ഷുക്കൾക്ക് ഒരു മാർഗദർശനമാകാൻ വേണ്ടിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതരീതി. പുതുമനുഷ്യർക്ക് പുത്തൻ പ്രതീക്ഷ. ആ യോഗാവതാരം ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഈശ്വര സംയോഗം സ്വപ്രയത്നത്താൽ സാധ്യമാണ്. അത് മതവിശ്വാസങ്ങളെയോ ഒരു പ്രപഞ്ച സ്വേച്ഛാധിപതിയുടെ അന്യായമായ തീർപ്പിനെയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. മനുഷ്യൻ്റെ ദൈവികതയിൽ വിശ്വസിക്കാനാകാത്തവർ ഒടുവിൽ ക്രിയായോഗത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് അവരവരുടെ സമ്പൂർണ്ണ ദൈവികത ദർശിക്കും.